ഇന്ന് നമ്മളൊരു കബാബാണ് ചെയ്യാൻ പോകുന്നത്. ഹുസൈനി കബാബ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്നും അരിയണ്ട, വലുതായിട്ട് തന്നെ ഇട്ടാൽ മതി. ഇതൊന്ന് വാടി വരുന്നത് വരെ വഴറ്റാം. അതായത് ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. 12 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടാണ് ഞാൻ 12 എണ്ണം എടുത്തത്. ഇനി ഇതൊരു 5 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പച്ചമണമൊക്കെ മാറുന്നത് വരെ 5 മിനിറ്റ് മാത്രം മതി. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാഷ്നട്ടും പൊടിച്ചതും കൂടെ ഞാൻ മിക്സ് ചെയ്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ച മണം മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് 300 ഗ്രാം ചിക്കനാണ്. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്, ഏത് വേണമെങ്കിലും ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും, എങ്കിലും കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം വേവിക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ നാരങ്ങ നീരും ഉപ്പും എല്ലാം ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റാം. ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, എളുപ്പം തണുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരയ്ക്കാനായിട്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്യാം. അതിനായിട്ട് 2 കൈയിലും കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ്റെ മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് അതൊന്ന് നല്ല പോലെ ബോളാക്കിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് പരത്തി ഒരു ഷേപ്പ് കൊടുക്കാം. ഇങ്ങനെ ഒരുപാട് തിന്നാക്കണ്ട, ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ ഷേപ്പാക്കാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ എല്ലാം ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്തിട്ട് ഇത് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിനിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ ഓരോ കബാബും ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എണ്ണ മതി. ഒരുപാട് തിക്കി നിറച്ച് ഇട്ട് കൊടുക്കണ്ട. ഞാൻ 6 എണ്ണ ഒറ്റ ബാച്ചിൽ ഇട്ടിട്ടുള്ളൂ. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മൂപ്പിക്കേണ്ടത്. 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അപ്പോൾ അതായത് ഇവിടെ 2 വശവും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്നൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരെണ്ണം ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഉൾവശം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹുസൈനി കബാബ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്